പരസ്യ പ്രചരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ തൃശൂരിലെ ഇടത് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ നമുക്കൊപ്പം ചേരുന്നു. അവസാന നിമിഷങ്ങളിൽ പ്രതീക്ഷയുണ്ട് 100% ജയിക്കും. ഇവിടെ പ്രധാന മത്സരം എതിരാളി ആരാ? പ്രധാന എതിരാളി ആരായാലും കുഴപ്പമില്ല, ഞാൻ ജയിച്ചാ പോരെ. കെ മുരളീധരൻ പറഞ്ഞത് ബിജെപി ആയിട്ടാ മത്സരം. അത് 2ാം സ്ഥാനത്തിനായിരിക്കും. എന്താ ഇത്ര ആത്മവിശ്വാസം? 100% ആത്മവിശ്വാസമുണ്ട്. ആത്മവിശ്വാസത്തിന്റെ ഘടകം ജനങ്ങളുടെ ഇടതുപക്ഷത്തിന് കൂടെയുണ്ട്. അതന്നെ. ബിജെപി സ്ഥാനാർത്ഥിയൊക്കെ കൊണ്ടുപിടിച്ചുള്ള പ്രചാരണമാണല്ലോ. ഞാൻ നല്ല പ്രചരണത്തിലല്ലേ. നേരത്തെ തന്നെ ഇവിടെ മണ്ഡലത്തിലേറെ നാളായി നിന്നുള്ള പ്രചരണമല്ലേ ബിജെപി നടത്തുന്നത്? ഞാൻ ഇവിടെ ജനിച്ചു വന്ന സ്ഥലമല്ലേ. ഞാനിവിടെ ജനിച്ചു വന്ന സ്ഥലത്തല്ലേ ഞാൻ പ്രവർത്തിക്കുന്നത്. അല്ല, നിങ്ങൾ നിന്ന് പ്രവർത്തിക്കുന്ന പറഞ്ഞാൽ ഞങ്ങൾ പിന്നെ എവിടെയാ പ്രവർത്തിക്കുന്നത്? ഞങ്ങൾ ഇവിടെ തന്നെയല്ലേ പ്രവർത്തിക്കുന്നത്. ഞാനിവിടെ എത്ര കൊല്ലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഞാനിവിടെ 2 തവണ 2 മണ്ഡലത്തിലെ MLA ആയിരുന്ന ആളാണ്. ഈ മണ്ഡലത്തിൽ 2 മണ്ഡലത്തിലെ MLA ജയിച്ചിട്ടുള്ള ആളാണ് ഞാൻ. തെരഞ്ഞെടുപ്പിന് ഏറ്റവും പല വിഷയങ്ങൾ മാറി പറഞ്ഞു വന്നു. ഏറ്റവും സ്വാധീനിക്കുന്ന വിഷയം എന്തായിരിക്കും? ഇവിടെ സ്വാധീനിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ മതേതരത്വത്തിനും ജനാധിപത്യത്തിനും കേന്ദ്ര ഗവൺമെന്റ് ഒരു ഭീഷണിയായിരിക്കുന്നു. അവർ ഈ രാജ്യത്തെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റാൻ പോകുന്നു എന്ന വിഷയമാണ് ഇവിടെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. ബിജെപി 2 അക്കമാണ് സ്വപ്നം കാണുന്നത്. കേരളത്തിൽ അവർ ഏറ്റവും സാധ്യത കൽപ്പിക്കുന്ന മണ്ഡലമാണ് തൃശൂർ. അപ്പൊ 2 അക്കം എന്ന് പറഞ്ഞാൽ നന്നായി. ന്യൂസ് 18 ചാനലുകാര് സർവേ നടത്തിയിട്ട് എത്ര സീറ്റ് കണ്ടെത്തിയിട്ടുണ്ട്? 2 അക്കം എന്ന് പറഞ്ഞാൽ 10 അല്ല ചുരുങ്ങിയത്. ആ 10ൽ എത്ര എണ്ണം നിങ്ങളൊന്ന് പറഞ്ഞേ, ഏതൊക്കെ സീറ്റാന്ന് പറഞ്ഞേ? നരേന്ദ്രമോദി പറഞ്ഞല്ലേ 2 അക്കം. അപ്പൊ അതിൽ ഏതാണ് ഈ 10 എണ്ണം എന്നൊന്ന് പറഞ്ഞത് നന്നായി. പോളിൽ വിശ്വസിക്കുന്നുണ്ടോ? സർവേകളിൽ വിശ്വസിക്കുന്നുണ്ടോ? സർവേ അല്ലല്ലോ ഞാൻ പറഞ്ഞേ, നരേന്ദ്രമോദി പറഞ്ഞല്ലേ പറഞ്ഞ 10 സീറ്റ് പറഞ്ഞു. ചില സർവേകളിൽ വി എസ് സുനിൽകുമാറിന്റെ 3ാം സ്ഥാനം പറയുന്നുണ്ട്. അത് കുഴപ്പമില്ല, ഞാൻ സർവേയുടെ കാര്യത്തിലല്ല പറയുന്നത്. സർവേ നിങ്ങള് പ്ലാൻ ചെയ്തിട്ടുണ്ടാക്കുന്ന സർവേ അല്ലേ. ആ സർവേയും ജനങ്ങളുടെ അഭിപ്രായം തമ്മിൽ വ്യത്യാസമുണ്ട്. നിങ്ങള് സർവേ നടത്തുന്നത് ചില അജണ്ട വെച്ചിട്ടാണ്. ആ അജണ്ടയും ജനങ്ങളെ തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ അജണ്ടയിൽ നമുക്ക് സർവേയിലെ കാര്യത്തിൽ നമുക്ക് അത്ര വലിയ കഴിഞ്ഞ 2024 ഇലക്ഷനിൽ LDF പരാജയപ്പെടുന്നല്ലേ പറഞ്ഞത് എല്ലാ സർവേ. എന്താ ഉണ്ടായത്? അതുകൊണ്ട് സർവേയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞു, ഞാൻ നരേന്ദ്രമോദി പറഞ്ഞ കാര്യം പറഞ്ഞു. അതാണല്ലോ നിങ്ങൾ കോട്ട് ചെയ്ത്. അപ്പൊ അതിനെപ്പറ്റി ഞാൻ പറഞ്ഞു, ഏതാണ് നരേന്ദ്രമോദി പറഞ്ഞ 10 സീറ്റുകൾ ഏതാണെന്ന് നമുക്ക് ഏതെങ്കിലും ചാനലുകാർക്ക് പറയാൻ പറ്റും. തൃശൂർ ജനതയുടെ നെഞ്ചിലാണ് ഉള്ളത് സുരേഷ് ഗോപി എന്ന് സുരേഷ് ഗോപി പറയും. ആയിക്കോട്ടെ, ഞാനൊന്നും പറയില്ലല്ലോ അതിനെപ്പറ്റി. നിങ്ങളിങ്ങനെ ചില ആളുകൾക്ക് വേണ്ടി ഇങ്ങനെ സംസാരിക്കുന്ന പോലെ ഉണ്ടല്ലോ. എന്തെങ്കിലും ഉദ്ദേശം? അവകാശവാദമാണല്ലോ. അല്ല, എന്നോട് നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യങ്ങൾ ഇങ്ങനത്തെ ചോദ്യങ്ങളാണോ? നിങ്ങളിങ്ങനെ ഒരു ചാനലുകാർ വന്നിട്ട് ഇങ്ങനെ നിങ്ങൾ ഒരാൾക്ക് വേണ്ടി എല്ലാവരും ഇങ്ങനെ സംസാരിക്കുന്ന പോലെ തോന്നും. അതിൽ നിങ്ങൾ എന്നെ കുറ്റം പറയുന്നു. ഞാൻ ജനങ്ങളെ ഉള്ളിൽ വെച്ചിട്ടുള്ള ആളാണ്. ജനങ്ങളെ എന്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള ആളാണ് ഞാൻ. കരുവന്നൂർ ഇവിടെ ഒരു ഫാക്ടറാണ്. അത് ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കണ്ടല്ലോ. അത് ചർച്ച ചെയ്തോട്ടെ, അത് കുഴപ്പമില്ല. വോട്ടർമാർക്ക് എല്ലാ വിഷയവും ചർച്ച ചെയ്യാനുള്ള അവകാശം ഉണ്ടല്ലോ. ഇവിടെ ഇപ്പൊ ചർച്ച ചെയ്യേണ്ട, നിങ്ങൾ ചർച്ച ചെയ്യുന്നത് നരേന്ദ്രമോദി മിനിഞ്ഞാന്ന് നടത്തിയ പ്രസംഗത്തെ പറ്റി നിങ്ങൾ എന്താ എന്നോട് ചോദിക്കാത്തത്? നരേന്ദ്രമോദി നടത്തിയ പ്രസംഗത്തെ പറ്റി നിങ്ങൾ എന്താ എന്നോട് ചോദിക്കാത്തത്? എന്താ ചോദിക്കാത്തത്? അല്ല, നിങ്ങളെന്താ ചോദിക്കാത്തത്? എന്താ? അല്ല, തൃശ്ശൂർ മണ്ഡലം ദേശീയ ഇലക്ഷൻ അല്ലേ. അപ്പൊ നിങ്ങള് ഇത് തൃശ്ശൂർ മണ്ഡലത്തിൽ മാത്രം നടക്കുന്ന ഇലക്ഷനാണോ? മോദിയുടെ ആ പരാമർശങ്ങൾ ബിജെപി സ്ഥാനാർത്ഥിയുടെ വോട്ട് കുറയ്ക്കുമോ? അല്ല, നിങ്ങൾ എന്നോട് എന്താ ചോദിക്കാത്തത്? എന്റെ ചോദ്യം, നിങ്ങള് ഈ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഡിസൈൻ ചെയ്യുന്ന അജണ്ടയ്ക്ക് അനുസരിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്ന പോലെ തോന്നിയതുകൊണ്ട് ചോദിക്കുകയാണ്. ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം, ഇന്ത്യൻ പ്രധാനമന്ത്രി സംസാരിച്ച ആ വർഗീയ വിഷം വമിക്കുന്ന ആ സ്റ്റേറ്റ്മെന്റിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്യണ്ടേ? അത് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ, ഹിറ്റ്ലർ ജർമ്മനിയിൽ നടത്തിയൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അദ്ദേഹത്തിന്റെ ഫാസിസം അവിടെ സ്ഥാപിക്കുന്നതിന് വേണ്ടി അദ്ദേഹം നടത്തിയ സ്റ്റേറ്റ്മെന്റ്, ജർമ്മനിയുടെ സ്വത്ത് മുഴുവനും
ജൂതന്മാരായിട്ടുള്ള സൂത്രക്കാര് അടിച്ചു കൊണ്ടുപോകുന്നു, നമ്മൾ കരുതിയിരിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കൊണ്ടാണ് അവിടെ വർഗീയ വിദ്വേഷവും വംശീയ വിദ്വേഷവും ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അതിന് സമാനമായൊരു സ്റ്റേറ്റ്മെന്റ് നമ്മുടെ ഇന്ത്യയിൽ ഒരു പ്രധാനമന്ത്രി നടത്തിയപ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒന്നും ചോദിക്കാനില്ലല്ലോ. അദ്ദേഹം നടത്തിയിട്ടുള്ള ഇപ്പോഴത്തെ ഗ്യാരണ്ടിയേക്കാൾ മുമ്പ് 50 രൂപയ്ക്ക് പിന്നെ പെട്രോൾ വരുമെന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഗ്യാരണ്ടി ഉണ്ടായിരുന്നല്ലോ. ആ ഗ്യാരണ്ടിയെ പറ്റി നിങ്ങൾ എന്താ ചോദിക്കാത്തത്? അല്ല, ഞാൻ അങ്ങനെ ചോദിക്കുകയാണ്. പിന്നെ അദ്ദേഹം കുക്കിംഗ് ഗ്യാസിന്റെ വില 400 രൂപയിൽ താഴെയാക്കുമെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പൊ അതെന്താ ചോദിക്കാത്തത്? കുക്കിംഗ് ഗ്യാസിന്റെ സബ്സിഡി എല്ലാവരും അക്കൗണ്ടിലേക്ക് എത്തിക്കുന്നു പറഞ്ഞത് എന്താ ചോദിക്കാത്തത്? എന്താ 2 കോടി ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കുമെന്ന് പറഞ്ഞാൽ എന്താ ചോദിക്കാത്തത്? എന്താ പിന്നെ നരേന്ദ്രമോദി ഇവിടെ വന്നതിനെ പറ്റി നിങ്ങൾ സംസാരിക്കുമ്പോൾ 2018-ലും 2019-ലും പ്രളയകാലത്ത് നരേന്ദ്രമോദി എന്തുകൊണ്ട് വന്നില്ല എന്നെന്താ ചോദിക്കാത്തത്? എന്താ അപ്പോ ഞാൻ മോദിയുടെ വരവ് വെറുതെ ആവോ? അല്ല, അത് അദ്ദേഹത്തിന്റെ പൈസ ചെലവായി ഉണ്ടല്ലോ കുറച്ച്. മോദിയുടെ വരവ് വെറുതെ അല്ല, ഫ്രീ ആയിട്ടല്ല, അത് ചെലവാക്കി വന്നതല്ലേ. അദ്ദേഹം വന്നത് കല്യാണത്തിനും പരിപാടികൾക്കല്ലേ വന്നേ. ഇവിടെ ശരിക്കും ജനങ്ങൾ ഗുണമുണ്ടാവേണ്ട വരവ് 2018-ൽ വന്നപ്പോൾ ഞങ്ങൾ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി സന്ദർശനം നടത്തുന്ന ആവശ്യപ്പെട്ടിരുന്നു. അന്ന് വരാത്ത മോദി ഇന്ന് വരുമ്പോ അത് കേരളത്തിലെ ജനങ്ങൾക്ക് ഗുണം കിട്ടാനല്ലല്ലോ, അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായ താല്പര്യത്തിന് വേണ്ടി വരുന്നതാണെന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം വരുന്ന അദ്ദേഹത്തിന്റെ വരവ് ഗുണം ചെയ്യില്ല എന്നൊക്കെ അത് എനിക്കറിയില്ല. എന്തായാലും ഇലക്ഷനൊന്നും ബാധിക്കാൻ പോകില്ല. മോദിയുടെ ദേശീയ തലത്തിൽ 2ാം ഘട്ടത്തിലേക്ക് അടുക്കുമ്പോഴുള്ള മതവിദ്വേഷം വരുത്തുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ BJP സ്ഥാനാർത്ഥികളുടെ കേരളത്തിലെ സാധ്യതകളെ മങ്ങലേൽപ്പിക്കും അല്ലേ? തീർച്ചയായിട്ടും ഇതൊരു മതേതര രാജ്യമല്ലേ നമ്മുടെ നാട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അത്തരം സ്റ്റേറ്റ്മെന്റുകൾ ഏതെങ്കിലും ഒരു മതവിശ്വാസികൾക്ക് മാത്രം എതിരായിട്ടുള്ളതല്ല. ഇന്ത്യയിലെ എല്ലാ മതത്തിൽ വിശ്വസിക്കുന്ന മതേതരവാദികളായിട്ടുള്ള ഇന്ത്യക്കാരെ മുഴുവൻ വിഷമിപ്പിച്ച സ്റ്റേറ്റ്മെന്റാണത്. അത്തരം കാര്യങ്ങളെപ്പറ്റി പറയുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് ദേശീയ രാഷ്ട്രീയത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് പകരം നമ്മൾ മതവിദ്വേഷം പിന്നെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഉത്തരവാദിത്തപ്പെട്ട ആൾ നടത്താൻ പാടുന്നു. മോഡി എന്ന് പറയുന്ന നേതാവിന് അത് ചേരുന്ന സ്റ്റേറ്റ്മെന്റാണ്. പക്ഷെ അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനത്തിന് അത് ചേരുമെന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യം. അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഉയർത്തിക്കൊണ്ടിരുമ്പോൾ അതിനെതിരായിട്ടുള്ള ജനവികാരം നമ്മുടെ കേരളത്തിലോ സ്വാഭാവികമായിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ അല്ലാതെ നമ്മൾ പ്രാദേശികമായ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊരു ഇലക്ഷൻ അല്ലല്ലോ അത്. അപ്പൊ ആ ഇലക്ഷൻ പൂരം വിവാദം ഏതെങ്കിലും തരത്തിലൊരു ഫാക്ടറാണ്? അല്ല, പൂര വിവാദം അത് ഉയർത്തിക്കൊണ്ടുവന്നവർക്കാണ് എതിരാവുള്ളൂ. കാരണം പൂരത്തിലിപ്പോ എന്താ പ്രശ്നം ഉണ്ടായിട്ടുള്ളത്? ഏത് ചടങ്ങാൻ മുടങ്ങിയത്? ഏത് ചടങ്ങാൻ മുടങ്ങിയത്? അലങ്കോലം എന്ന് ഞാൻ പറഞ്ഞു. പൂരത്തിന്റെ വെടിക്കെട്ട് നീണ്ടുപോയി എന്നുള്ളതാണല്ലോ പ്രശ്നം. അതിന് പരിഹാരം ഉണ്ടാക്കിയല്ലോ. വെടിക്കെട്ട് നടന്നു, വെടിക്കെട്ടിന്റെ പ്രശ്നങ്ങൾ തീർന്നു. തിരുവമ്പാടി ദേവസ്വം അതുമായി ബന്ധപ്പെട്ട ക്ലാരിഫിക്കേഷൻ അവർ പത്രസമ്മേളനം നടത്തി പറഞ്ഞു. പിന്നെ അത് വീണ്ടും നമ്മൾ അത് പിന്നെ നമ്മൾ ഈ തൃശ്ശൂർ പൂരം പിന്നെ ഞാൻ 82 മുതൽ പൂരത്തിന്റെ കാഴ്ചക്കാരനും പിന്നീട് അതിന്റെ സംഘാടകനൊക്കെ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ പൂരത്തിന്റെ വിഷയത്തിൽ ഇപ്പോൾ ഈ പൂരം ഉണ്ടായ സമയത്തുണ്ടായിട്ടുള്ള ഒരു സംഭവത്തിൽ വികാരപരമായ ഒരു സംഗതി ഉണ്ടായി. അതിന്റെ പൂരത്തിന്റെ വെടിക്കെട്ട് നീണ്ടുപോയി എന്നുള്ളതാണ് സത്യം. ആ നീണ്ടുപോയ വെടിക്കെട്ട് അന്ന് തന്നെ പൊട്ടിക്കുകയും ഒക്കെ ചെയ്തു. പിന്നെ അത് നേരം വെളുത്തിനാണ് പൊട്ടിയെന്നുള്ളൊരു വിഷയം മാത്രമേ അതിനകത്തുള്ളൂ. അത് നേരത്തെ ഉണ്ടായിട്ടുണ്ട്. നേരത്തെ ഇവിടെ മഴ പെയ്തിട്ട് ഞങ്ങൾ നേരം രാവിലെ പൊട്ടിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരു തവണയല്ല, പലതവണ മഴ പെയ്തിട്ട് നേരം വെളുത്തിട്ട് പൊട്ടിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരു തവണ മഴ പെയ്ത് 4 തവണ വെടിക്കെട്ട് മാറ്റി വെക്കേണ്ടി വന്നിട്ടുണ്ട്. വെടിക്കെട്ടിന്റെ കാര്യത്തിൽ അങ്ങനെ പല കാരണങ്ങളാൽ മാറ്റിവെക്കപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ഇവിടെ വർഗീയ വിദ്വേഷം അങ്ങനെ പലതും ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അത് അന്നൊന്നില്ലാത്ത പ്രശ്നം ഇപ്പൊ ഉണ്ടാക്കുന്നതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഇലക്ഷനാണ്. ഈ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പിന്നെ ശബരിമല വിഷയം പോലെ ആക്കാൻ പറ്റുമെന്നൊക്കെയാണല്ലോ അന്ന് സ്റ്റേറ്റ്മെന്റ് നടത്തിയത്. ഇതൊരു ശബരിമലയാണെന്ന്. അപ്പൊ അതിന്റെ ഉള്ളില് പൂരം പിന്നെ വെടിക്കെട്ട് മുടങ്ങിയപ്പോ എനിക്ക് വളരെ വിഷമമുണ്ടായത്. ചില ആൾക്ക് വിഷമമല്ല ഉണ്ടായത്, സന്തോഷമായിരുന്നു. നല്ലൊരു അവസരമാണല്ലോ എന്ന് വിചാരിച്ചിട്ട്. അത് രണ്ട് വ്യത്യാസമുണ്ട്. ഞങ്ങൾ തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം പൂരത്തിന്റെ ഓരോ കാര്യങ്ങളിലും ഞങ്ങള് പ്രശ്നം പരിഹരിക്കാൻ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് നിൽക്കുന്ന ഒരു രീതിയാണ് ഉള്ളത്. അങ്ങനെ ഞങ്ങൾ എല്ലാ പ്രശ്നം പരിഹരിച്ചു പോയിട്ടുള്ളതാണ്. അതിന് പകരം അതിനൊരിക്കലും രാഷ്ട്രീയമായി ഞങ്ങളതിന്റെ
ക്രെഡിറ്റ് എടുക്കാനോ അല്ലെങ്കിൽ അത് ഇന്ന പോലെയാണെന്ന് പറയാനൊന്നും നമ്മൾ മെനക്കെടാറില്ല. പിന്നെ ആളുകൾ അനാവശ്യമായ കാര്യങ്ങൾ പറയുമ്പോൾ ചില ഓർമ്മപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഒരു നടപടി എടുത്തിട്ടുണ്ട്, അത് മതിയോ? അതിനപ്പുറം എന്തെങ്കിലും അന്വേഷണം ആവശ്യമുണ്ടോ? അന്വേഷണം നടത്തിയാണല്ലോ നടപടി എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഈ പൂരത്തുമ്പോ തന്നെ കെട്ടിത്തരും എന്തിനാ? നിങ്ങളിപ്പോ ഈ പൂരം എന്ന് പറഞ്ഞിട്ട് അത് തെരഞ്ഞെടുപ്പിന് ചർച്ചാ വിഷയമാക്കി നരേന്ദ്രമോദിയുടെ ഈ വക വിഷയങ്ങളും ചർച്ച ചെയ്യേണ്ടതായിട്ടാണോ? നിങ്ങളുടെ മീഡിയകൾക്ക് ഒരു ഉത്തരവാദിത്തമല്ലേ? രാജ്യത്തെ എന്ത് ജനങ്ങളെ ചർച്ച ചെയ്യുന്നതിനെ പറ്റി നിങ്ങളുടെ മീഡിയക്ക് ഒരു ധാർമ്മികമായ ഉത്തരവാദിത്തമല്ലേ? പൂരത്തെക്കാൾ കലക്കുമോ കലാശക്കൊട്ട്? കലാശക്കൊട്ടൊക്കെ സാധാരണ നടക്കുന്ന കാര്യം അതല്ലല്ലോ. കലാശക്കൊട്ട് എന്ന് പറഞ്ഞാൽ 26-ാം തീയതി ശരിക്കുള്ള കാര്യങ്ങൾ. കലാശക്കൊട്ട് എന്നൊക്കെ പറഞ്ഞാൽ ആളുകൾ ഒരു ഒമ്മിച്ച് കൂടി ഇങ്ങനെ ബഹളം വെക്കുന്നൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ. അതിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമില്ല. അതൊന്നും കലാശക്കൊട്ട് എന്നൊക്കെ പറയുന്നത് സാധാരണ നിലയിലുള്ള നമ്മുടെ ഒരു എല്ലാവരും ഒരുമിച്ച് അവസാനത്തെ ഒരു പരിപാടി നൽകി നടത്തുന്ന ഒരു കാര്യം മാത്രമാണത്. അതിലൊന്നല്ല പ്രാധാന്യം ആളുകളെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കുക, 26-ാം തീയതി വോട്ട് ചെയ്യുന്ന ഉറപ്പുണ്ടാക്കുക, അത്തരം കാര്യങ്ങളാണ് ഞങ്ങൾ കലാശക്കൊട്ട് കാണുന്നത്. ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്ന ഭൂരിപക്ഷം നിങ്ങൾ എന്തിനാണ്? ഞാൻ നല്ല ഭൂരിപക്ഷം ജയിക്കും.